CK അഭിലാൽ ദർബാർ ഹാളിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിലാൽ, ഇപ്പോൾ തന്നെ അവിടെ ജനക്കൂട്ടം ഉണ്ടായിക്കഴിഞ്ഞോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഭൗതിക ശരീരവുമായി ആംബുലൻസ് വിലാപയാത്ര ഇവിടേക്ക് എത്താൻ ഏറെക്കുറെ 1 മണിക്കൂർ സമയമാണ് ബാക്കി. അതേസമയം തന്നെ കന്റോൺമെൻറ്റ് ഗേറ്റിനോട് സമീപത്തുള്ള പ്രധാനപ്പെട്ട കവാടത്തിൽ ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള ആളുകൾ ക്യൂവിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. മൃതശരീരം ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് മാത്രമേ അവരെ ഇവിടേക്ക് കടത്തിവിടുകയുള്ളൂ. സെക്രട്ടേറിയറ്റിൻ്റെ 2 വശത്തെയും മുൻവശത്തെ 2 പ്രധാനപ്പെട്ട ഗേറ്റിലൂടെയും ആളുകളെ ഉള്ളിലേക്ക് കടത്തിവിടും. അവർ ദർബാർ ഹാളിൻ്റെ 2 വശത്തെ വാതിലിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അന്തിമോപചാരം അർപ്പിച്ച ശേഷം കിഴക്ക് വശത്തെ 2 വാതിലിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും. അതാണ് ക്രമീകരണം. ഏറെക്കുറെ 5 മണിക്കൂർ സമയമാണ്. ഉച്ചയ്ക്ക് 2 മണി വരെയാണ് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയുള്ള സമയമായി അനുവദിച്ചിട്ടുള്ളത്. അത് എത്തിച്ചേർന്ന ആളുകളുടെ ബാഹുല്യം അനുസരിച്ച് അല്പം കൂടി നീണ്ടുപോകാനുള്ള സാധ്യത കണക്കാക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നത് സ്റ്റാച്യു കവലയിൽ നിന്നും സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിലേക്കുള്ള കവാടമാണ്. ഇത് പ്രത്യേക ലൈൻ തിരിച്ച് പോലീസ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്രമീകരണങ്ങൾ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പുരോഗമിക്കുമെന്ന് ഉറപ്പാക്കുന്നതിനായി തെക്കൻ ജില്ലകളിലെ വിവിധ ക്യാമ്പുകളിൽ നടക്കം പോലീസുകാരെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തോട് അടുത്തിരിക്കുകയാണ്. 8:45 2 ഗേറ്റുകളിലൂടെ ആളുകളെ ക്യൂവായി ഇതിനുള്ളിലേക്ക് കടത്തിവിടും. അതിനുശേഷം കടത്തിവിടുന്നതിന് സമാന്തരമായി തന്നെ ആയിരിക്കും ഒരു പക്ഷേ വിലാപയാത്ര ഈ മേഖലയിലേക്ക് കടന്നു വരിക. വിശിഷ്ട അതിഥികൾക്ക് ദർബാർ ഹാളിനുള്ളിൽ അവർക്ക് മാത്രമാണ് ഇരിപ്പിടം ഒരുക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ എത്തിച്ചേരുന്ന പൊതുജനങ്ങൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നും PS-യുമായി അടുത്ത ബന്ധമുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളെ പ്രതീക്ഷിച്ച് വിപുലമായ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ അല്പം മാറി നിൽക്കുന്ന സ്ഥിതിയുണ്ട്. അതേസമയം തന്നെ സമീപ ജില്ലകളിലൊക്കെ തന്നെ ഭേദപ്പെട്ട മഴയാണെങ്കിൽ തിരുവനന്തപുരത്ത് രാവിലെ സമയത്ത് മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ്. ഇതേ രീതിയിൽ തന്നെ തുടരുന്ന പക്ഷം കൂടുതൽ ആളുകൾ തീർച്ചയായിട്ടും അഭിലാൽ